എൻ്റെ ചങ്ങാതിമാരെ നാരങ്ങയും നല്ല കാന്താരിയും കൂടെ ഇട്ടുള്ള അച്ചാർ കഴിച്ചിട്ടുണ്ടോ? ഈ സാധനം ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കുക എൻ്റെ ചങ്ങാതി. ഈ കിളി പറക്കുക, സാധനം വേറെ ലെവലാണ്. അപ്പോൾ നേരെ മാർക്കറ്റിൽ ചെന്നപ്പോൾ ദേ കിടക്കുക നല്ല കിടുക്കാച്ച് കാന്താരി. അപ്പോൾ നമ്മൾ ഒന്നും നോക്കില്ല, അങ്ങ് കുറച്ചങ്ങ് വാരി ഇങ്ങ് എടുത്തേച്ച് എൻ്റെ ചങ്ങാതിമാരെ ഇതേ ഇതുപോലെ സ്റ്റൈലായിട്ട് വാരി എടുത്തു. എന്നിട്ട് ഇത് തൊട്ടപ്പുറത്ത് നാരങ്ങ ഇരിക്കുന്നു. നാരങ്ങ നോക്കുമ്പോൾ ഇത് പച്ചയുണ്ട്, പഴുത്തോണ്ട് അതിനകത്ത് നല്ല പഴുത്ത നാരങ്ങ ഒക്കെ അങ്ങ് കുറച്ചങ്ങ് വാരി എടുത്തു. ഒന്നും നോക്കില്ല, നേരെ വീട്ടിൽ ചെന്ന് ഉരുളി ചൂടാക്കാൻ വെച്ചു. ഉരുളി ചൂടായ ശേഷം അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബൂദ് ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല. എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ. അപ്പോൾ ഒന്ന് നോക്കണേ, തകർത്ത് പൊളിക്കുക. അതിന് ശേഷം എണ്ണ ചൂടായ ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് ഇത് കടുകിട്ടങ്ങ് പൊട്ടിക്കാം. കടുകൊന്ന് നാലും പട്ടപ്പട്ടാന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴേക്ക് ഇത് വെളുത്തുള്ളി ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അവനെ എടുത്തൊരു മറിക്കുക. അവനത് ഈ എണ്ണയ്ക്കകത്തിട്ടങ്ങ് നല്ലോണം അങ്ങ് മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ കളറാവില്ല, നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഈ സംഭവം ഏകദേശം മൂത്ത് ദേ ഈ ഒരു പരുവത്തിന് വരുമ്പോഴേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചി ഇതിലിട്ടങ്ങ് മൂപ്പിക്കുക. അവനങ്ങ് മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓവറായി കളറാവില്ല, വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഓവറായിട്ട് കളറാകാത്ത രീതിയിൽ ഇവനങ്ങ് മൂപ്പിച്ചെടുക്കുക. അവൻ ഏകദേശം ഇതേ ഒരു മൂത്ത് ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് പച്ചമുളക് നല്ലോണം കഴുകി വൃത്തിയാക്കി ഉണക്കി വെള്ളമയം ഇല്ലാതെ അവനിതേ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങ് മൂപ്പിക്കുമ്പോൾ നല്ല പൊട്ടൽ പൊട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് മാറി ഇന്ന് വേണം മൂപ്പിക്കാൻ കേട്ടോ. ആ സമയത്ത് നല്ല കിടുക്കാച്ചി അച്ചാറുകളൊക്കെ ഉണ്ട്. ബീഫ്, ചിക്കന്, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ബീഫ് ഇടിച്ച് ഇങ്ങനെ വെറൈറ്റികളൊക്കെ ഉണ്ട്. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട്. ഇനി നമ്മുടെ പേജും കിടപ്പുണ്ട്. വാട്സപ്പ് ഒരു ഹായ് എന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ വെച്ചാൽ നീ ഏറ്റുമാനൂരെ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം. ഒന്നും നോക്കല്ല, ഈ അച്ചാറൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വരുത്തി കഴിച്ചു നോക്കുക എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ച് ദേ ഈ ഒരു പാകത്തിനായി വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് ലേശം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉപ്പിട്ട് വാരി വിതറുക. ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഓവർ തീയൊന്നും വെക്കല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവനെങ്ങനെ സ്ലോ മോഷൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അല്ലെങ്കിൽ ആ കാന്താരി എല്ലാം കൂടെ പൊട്ടി ഒരു പരുവായി പോകും. അതുകൊണ്ടാണ് സ്ലോ മോഷൻ മിക്സ് ചെയ്ത ശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടെ വാരി വിതറുക. ലേശം മഞ്ഞപ്പൊടിയും കൂടെ വാരി വിതറിയ ശേഷം നമ്മുടെ ഈ ചുമന്ന മുളക് ഉണ്ടെങ്കിൽ ദേ ചുമന്ന മുളക് 2ആയിട്ട് കീറിയോ 3ആയിട്ട് കീറിയെടുത്ത് ദേ ഇതുപോലെ ഒരു മറിച്ച ശേഷം ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ അങ്ങ് മൂപ്പിക്കുക കേട്ടോ. ആ ചുമന്ന മുളക് ഒരു ഏകദേശം മൂത്തൊരു കളറായി വരുന്ന സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് നാരങ്ങ അതേ നമ്മൾ ബ്ലാഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ, കഴുകി വൃത്തിയാക്കി ഒന്ന് ആവിച്ച് ദേ കട്ട് ചെയ്ത് ഇങ്ങനെ 3ആയിട്ട് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ എടുത്തൊരു മറിക്കുക. നാരങ്ങ എടുത്തൊരു മറിച്ച ശേഷം ഇവനെല്ലാം കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യുക. ഈ മിക്സിങ് നടക്കുമ്പോൾ തന്നെ എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ. സംഭവം വേറെ ലെവലാട്ടോ എൻ്റെ ചങ്ങാതിമാരെ. ഈ കാന്താരി നാരങ്ങയായിട്ടുള്ള അച്ചാർ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കും. സംഭവം എങ്ങനെയുണ്ടെന്ന് അടിച്ചും പൊളിക്കുക, എല്ലാം ഉണ്ടാക്കി ട്രൈ ചെയ്യുക എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ലേശം വിനാഗിരി ഒഴിക്കാം. ഓവറായിട്ട് വിനാഗിരി ഒന്നും ഒഴിക്കില്ല കേട്ടോ. ഓവറായിട്ട് വിനാഗിരി ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ അലമ്പായി ഒരു പരുവായി പോകും. ലേശം ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വിനാഗിരിയും കൂടെ ഒഴിച്ച ശേഷം ഉലുവപ്പൊടി ഇതിൻ്റെ മുകളിലേക്ക് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ട ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ട ശേഷം ഇവനെങ്ങ് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. ഇവനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ നാരങ്ങയും കാന്താരി എല്ലാം കൂടെ ഉടഞ്ഞൊരു കുഴമ്പ് രൂപത്തിലായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ സ്ലോ മോഷനിൽ വേണം ഇവനെ മിക്സ് ചെയ്യാൻ. ഇവനൊന്ന് മിക്സായി ലെവലായി വരുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കായപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോഴേക്ക് സംഭവം ഏകദേശം ലെവലായി നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. ഇത് വീട്ടിലുണ്ടാക്കുമ്പോൾ അയലോക്കംകാരെല്ലാം വീട്ടിൽ വരും ചോറുണ്ടാൻ വേണ്ടി ഉച്ചയ്ക്ക്. അത്രയ്ക്ക് കിടുക്കാച്ചി അച്ചാറ് കേട്ടോ. ഈ കാന്താരിയും നമ്മുടെ നാരങ്ങയും കൂടെ ഇട്ട അച്ചാറെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടക്കണം. വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ കുറേ ഏറ്റുമാനോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റും കിട്ടും കേട്ടോ. അതുപോലെ ലാസ്റ്റ് ഒരു കിടുക്കാച്ചി പരിപാടിയാണ്. ആവശ്യത്തിന് മാത്രം ലേശം പഞ്ചസാരയും കൂടെ ഇട്ടു. ആ പഞ്ചസാരയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഈ സംഭവം വേറെ ലെവലിലേക്ക് ടേസ്റ്റ് പോകണം കേട്ടോ. അതൊക്കെ ഒരു സീക്രട്ടാണ് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ സബ്സ്ക്രൈബേഴ്സിന് മാത്രം കൊടുക്കുന്ന റെസിപ്പിയാണ്. എന്നിട്ട് നല്ല ചൂട് ചോറെടുക്കാം. നല്ല മീൻകറി ഉണ്ടെങ്കിൽ ഇതുപോലെ മീൻകറി ആ ഗ്രേവിയും കൂടി ഇടുക. അതിന് ലേശം ചമ്മന്തി ഇങ്ങ് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ ആ കാന്താരി നാരങ്ങയും കൂടെ അച്ചാറും കൂടെ ആ സൈഡിലേക്ക് വെച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി കൊതി വന്നിട്ട് എനിക്ക് തന്നെ മേലെ കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ പിള്ളേരുടെ ഫ്രണ്ടിലേക്ക് നിന്നപ്പോൾ പിള്ളേർ പോലും വാരി വലിച്ച് കഴിക്കുന്നുണ്ടോ. കൊതി അവർക്ക് പോലും വിടാൻ പറ്റില്ല. അത്രയും പിള്ളേർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന കിടുക്കാച്ചി അച്ചാറുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഒന്ന് നോക്കണ്ട, ഓർഡർ ചെയ്യുക, വരുത്തുക, കഴിക്കുക, പൊളിക്കുക എൻ്റെ ചങ്ങാതി.